എടുത്തോ. ഓക്കെ ഓക്കെ ഓക്കെയാ? ഓണാക്കിയാ? ഓണാക്കിയാ? ഓണാണ്. അയ്യോ. അപ്പൊ ഇന്ന് നമ്മളെ പേരും പോഡ്കാസ്റ്റിലുള്ളത് अम्मी अब्बू अम्मी अब्बू कोई मिला नहीं मजाक उड़ाने के लिए। अम्मी तो सेकंड है റോളിംഗ് റോളിംഗ് റോൾ. ആ എന്ന് പറഞ്ഞാൽ റോളിംഗാ? റോളിംഗ് 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 റോളിംഗ്. അപ്പൊ നമ്മള് ഫസ്റ്റ് വന്ന സ്ഥലത്ത്, സെയിം സ്ഥലത്ത് ഇന്ന് ചാലഞ്ച് വിളിക്കുന്നത് ഷാരിക്ക്. ഷാരിക്ക് ഒരു ചാലഞ്ച് വിളിച്ച്. ഷാരിക്ക് ചാലഞ്ച് ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, സംഭവം സെറ്റായി. ഇന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ചു വന്നാ അത്യാവശ്യം സെറ്റായില്ലേ? അത്യാവശ്യം ഓൾമോസ്റ്റ് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ട്. ചിലപ്പോ ഇടുമായിരിക്കും അല്ലേ? പിന്നെ ഫോട്ടോസ് എടുത്തിടൂലേ? എന്നിട്ട് ഇന്നെടുത്ത വീട്ടിൽ നിന്നെടുത്ത ഫോട്ടോ, വീട്ടിൽ നിന്നെടുത്ത ഫോട്ടോ തന്നെയാ ഞാൻ പറഞ്ഞത്. ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടോ മനസ്സിലോ? സംഭവം ഫുൾ ബ്ലാക്കാ, പ്രൊഫൈലും ഇല്ല, ഒന്നുമില്ല. പക്ഷെ 3 അക്കൗണ്ട് ഉണ്ട്. 3 അക്കൗണ്ട്, 3 യൂട്യൂബ് അക്കൗണ്ട്, 3 ജിമെയിൽ, എല്ലാം 3 എല്ലാം 3 എന്തിനാ? നീ ശരിക്കും മാഫിയ വല്ലതാണ്? എന്തിനാ വെറുതെ? ആ 3 ഞാൻ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കാര്യം വേറെ ഒരാളും ഇല്ല. എനിക്കാണ് മേടിക്കാണെങ്കിൽ ചെറിയ ചേഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. മൈക്ക് അങ്ങോട്ട് മാറ്റി, പുതിയ മൈക്ക് അങ്ങ് ഇറക്കി. സൗണ്ട് ക്വാളിറ്റി കുറച്ച് നല്ലതായിരിക്കും. സൗണ്ട് ക്വാളിറ്റി കുറച്ച് നല്ലതായിരിക്കും. അറിയില്ല, അറിയും. ഈ സാധനം ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. എഡിറ്റ് ചെയ്യാൻ നമുക്ക് നമ്മളെ ടർബോന്റെ ആവശ്യം വരും. ടർബോ ഇല്ലാണ്ട് എന്ത് എഡിറ്റ് വന്നേക്കുന്നത്? 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അളിയന് ഇതുവരെ എഡിറ്റ് ചെയ്ത് തന്നിട്ടില്ല. എപ്പോഴാണാവോ സാധനം എഡിറ്റ് ചെയ്ത് തരാൻ? കുറച്ച് തിരക്കാ, ഭയങ്കര ഇതായി. ഇപ്പൊ കണ്ടില്ലേ, പുതിയ അക്കൗണ്ടിൽ തുടങ്ങി സാരിക്കാൻ. ഞാൻ കണ്ടു. ടെർബോഗ്രഫി ഡോട്ട് ഇൻ. പക്ഷേ അത് സെറ്റ് ആവും, കുറച്ച് വെബ്സൈറ്റ് സെറ്റ് ആവും. നമ്മള് ടെർബോഗ്രഫി ഡോട്ട് ഇൻ കേട്ടോ, ഇൻസ്റ്റാഗ്രാമില് സെറ്റ് ആക്കാം. ഞാൻ കണ്ടു, കുറച്ച് 2-3 പോർട്സ് ഒക്കെ കണ്ടു. കുഴപ്പമില്ല. ഞാനിടും, അവൻ കൊളാബ് ചെയ്യും. അവനിടും, ഞാൻ കൊളാബ്. അതാ ഇന്ന് കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്ത് രണ്ടാളും മ്യൂച്വലായിട്ട് കൊണ്ടുവന്ന അക്കൗണ്ട്. പക്ഷെ സംഭവം കേട്ടോ, അതിന് വരുന്ന എഡിറ്റ് എല്ലാം അവൻ ചെയ്തതാ. ഇപ്പം ഇതിന് മുന്നേ നമ്മൾ കോളേജിൽ ചെയ്ത എല്ലാ സാധനങ്ങളും നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവൻ ചെയ്ത എല്ലാ എഡിറ്റും അതിലുണ്ട്. ഇന്ന് നമ്മളൊരു ഫോട്ടോ എടുത്ത് രണ്ടാളും കൂടി ഇട്ട് ആദ്യമായിട്ടില്ല. ഇതിന് മുന്നേ നമ്മൾ രണ്ടാളും ഫോട്ടോ എടുത്തത് ഇപ്പം കോളേജ് വന്നപ്പം മെസ്സിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ 2 പ്ലേറ്റും കൈ ഫുഡിലും അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത്. അതാന്ന് തോന്നുന്നു ഞാൻ എന്റെ ബർത്ത്ഡേ പോസ്റ്റ് ഇല്ല, സ്റ്റോറി. ആ ഒരു ഫോട്ടോ, വേറെ ഫോട്ടോ ഇല്ല. നമുക്ക് 2 ഒരുമിച്ച് പോയ ഫോട്ടോ ഇല്ല. അപ്പൊ ഇന്ന് ഇറങ്ങിയപ്പോ നമ്മള് കുറച്ച് ഫോട്ടോസ് എടുത്ത്. അപ്പൊ അതിന്റെ കൂടെ ഒരു സെൽഫി എടുത്തപ്പം ഒരു ഫോട്ടോ കിട്ടി അതിലുള്ള. ഇന്ന് ഇവൻ വീഡിയോഗ്രാഫറാ വന്നേക്ക. ഇവര് വീഡിയോ എടുക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ കോളേജിൽ എന്ത് പരിപാടിക്കും ഇവന്റെ കയ്യിൽ ക്യാമറ കാണാം. ഇവനാണ് വീഡിയോ എടുക്കുന്നത്, ഫോണിലെല്ലാം വീഡിയോ എടുക്കുന്ന എല്ലാം ഇവൻ തന്നെ. വീഡിയോയിലുണ്ടാവില്ല, വീഡിയോ എടുക്കാൻ നിൽക്കുന്ന പരിപാടിയാ. എന്റെയും ടർബോനെയും പോലെ പണി എടുക്കണ്ട അതിനനുസരിച്ച്. എന്തിനും ഏതിലും ടർബോ, അത്രേ ഉള്ളൂ. എടുത്തോ. ഓക്കെയാ? ഓണാക്കിയാ? ഓണാണ്. അയ്യോ. സംഭവം എന്താ? സംഭവം എക്സാം, പ്രാക്ടിക്കൽ എക്സാം കാരണം താടി പിടിക്കണം നമ്മള്. അല്ലാണ്ട് ഇപ്പം ഞാൻ താടി പിടിക്കുന്നില്ല. വെറുതെ പ്രാക്ടിക്കൽ എക്സാമിന്റെ സമയത്ത് താടി എല്ലാരും പഠിച്ചപ്പോ നമ്മളും പഠിച്ച്. പക്ഷെ കുറച്ചധികം ആയിപ്പോയോ എന്നൊരു സംശയം. നമ്മളെ ബാർബറാണെങ്കിൽ നാട്ടിലില്ല. സൈഡ് ആംഗിളാ വേണ്ട, കുറച്ചധികം ആകെ വീശ മാത്രമല്ലേ ഇനിയിപ്പം കാണുന്നതിന്. എല്ലാം പോയി. അത് കാരണം ഉമ്മ ഭയങ്കര സീൻ. ഇഷ്ടപ്പെട്ട് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഉമ്മ ബാക്കിൽ മുടി മുറിക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഇതാ വരുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാം. എന്തോ സാധനം മേടിക്കാൻ പോകുന്നുണ്ട്. എന്തായിരിക്കും? ഞാൻ വെച്ച് കാര്യമായിട്ടൊന്നും മേടിക്കാൻ വരുന്ന കുപ്പിവെള്ളം മേടിച്ചിട്ട് തിരിച്ചു വന്നു. എന്തെങ്കിലും മേടിച്ചാലോ ചോദിച്ചോളാം. കടി നീ ചെയ്യേ ക്യാ ബോൾനെ എന്താണ്ട്? चिकन घर पे बहुत सारा पड़ा हुआ है. എന്ത് പറഞ്ഞാലും വീട്ടിലുണ്ടാവും പറയുന്നത്. ബ്രോസ്റ്റഡ് क्या चीज होती है? സൂപ്പർ. ശരി എന്നാ ബൈ. സംഭവം ഒരു സാധനം മേടിക്കാൻ വന്ന പേര് പറഞ്ഞ പേരെന്താ അതിന്റെ? ഹിന്ദിയിൽ അറിയും. ഹിന്ദിയിൽ എന്താ പറയാ? നല്ലിന്ന് ഹിന്ദിയിൽ പറയും. പക്ഷെ മലയാളത്തിൽ എന്താ പറയാന്നറിയില്ല. വീടിന്റെ അടുത്തൊന്നും നിൽക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞാ എന്താ സാധനത്തിൽ എടാ അതാ സാധനം തൂങ്ങിക്കിടക്കുന്ന സാധനം. ഈ സാധനത്തിന്റെ പേരെന്താ? ഇതിനെന്താ മലയാളത്തിൽ പറയാ?
അറിയില്ലല്ലേ? ഞാൻ ചോദിക്കൂല, ഞാൻ പൈസ തരാം. പൈസ ഞാനും കൊടുത്തോളാം, എന്റെ പൈസ ഉണ്ട്. ഞാൻ നീ ചോദിക്കൂല. കൊടുത്തോ. എടാ നീ പറ സാധനം, ആ സാധനത്തിന് നീ പറ ചൂണ്ടിക്കാണിച്ചേ. എടാ 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 ആ സാധനം ഒന്ന് എടാ തൊണ്ടക്കോയോ പൊട്ടോ. രണ്ടെണ്ണം എടുത്തു, രണ്ടെണ്ണം പറഞ്ഞു. അവിടെ രണ്ടെണ്ണം വന്നേ. നാണം കിട്ടും. ഓറ മൈനസ് -99999 തൊണ്ടക്കോയില് മറന്നുപോയത്. എത്രയാടാ? 20. സ്കാനർ ഇടും ഫുള്ളായിട്ട്. തൊണ്ടക്കോയി പേരും മറന്നുപോയി. ആരും അറിയണ്ട. സ്കാന് വന്നില്ല. ലാസ്റ്റ് നീ പൈസ കൊടുക്കേണ്ടി വരുമോ? ഇല്ലില്ല, നോക്കട്ടെ, തിരക്കൂട്ടല്ലേ. കോപ്പിറൈറ്റ് വരില്ലല്ലോ. ഇന്നാസോണെല്ലാം പാടുന്നുണ്ട് ഇവിടുന്ന്. നോയിസ് ക്യാൻസലേഷൻ ഓണെന്ന് വിചാരിക്കുന്നു. അവിടെ ആടാ അയച്ചിട്ടുണ്ടേ. ഇതാടാ അയച്ചിട്ടുണ്ടേ. അത് തൊണ്ടക്കോയത്. തൊണ്ടക്കോയില് പേര് ഇനി കിട്ടി. ഇനി മറന്നു പോരുത്. ഇനി മറക്കുവോ പേര്? ഇനി മറക്കൂലേ? ഓറ മൈനസ് ഇല്ല, ഞാൻ മാത്രല്ല മറന്നത്. ഞാന് സൈഡിലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. സൈഡില് നീ മറന്ന്. അപ്പം ഇതിന്റെ പേരാണ് തൊണ്ടക്കോയിൽ. ഓക്കെ, എന്താ തൊണ്ടക്കോയത്. ഇനി ആരും മറക്കരുത്. ഇത് കണ്ണൂര് ഭാഷ മാത്രമായിരിക്കും ചിലപ്പോ തൊണ്ടക്കോയില്. പുറത്ത് വരുന്നെങ്ങനെ ആയിരിക്കും. പക്ഷെ നമുക്കിതെന്താ ഹിന്ദിയില്? നല്ലി. നല്ലി 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 അല്ലെ തൊണ്ടക്കോയില്. ഇപ്പൊ നിങ്ങളെ ലാംഗ്വേജ്, നേറ്റീവ് ലാംഗ്വേജിൽ വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമന്റ് ചെയ്യാം അല്ലെ? ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും പറയാം. അതുകൊണ്ട് പറഞ്ഞ് താഴെ കമന്റ് ഇട്ടോ. ഓന്റെ ഐഡിയ ആണ് കമന്റ് ഇടാൻ പറയുന്നത്. കമന്റ് എന്റെ ഐഡിയ അറിയട്ടെ, ഞങ്ങളും അറിയട്ടെ എത്ര എന്തൊക്കെയാണ് ഓരോ സ്ഥലത്ത് ഓരോ. ഇത് മേടിച്ചത് ഉമ്മാക്ക് വേണ്ടിട്ട്. അതെ. क्या बोल रही? तेरे अब्बू को बेइज्जती नहीं कराने का नल्ली खा के, इसके लिए സംഭവം രണ്ടെണ്ണം മേടിച്ചത്. रख दिए। എന്തിനാ രണ്ടെണ്ണം മേടിച്ചതെന്നെല്ലാം ചോദിക്കാം. काय के लिए 2 लेके आए? खाना तो चुपचाप. हम लोग को क्या हुआ मालूम? हम लोग को हिंदी में मालूम, इसको नल्ली बोलते हैं. मलयालम में क्या बोलते हैं मालूम ही नहीं. ആടെ പോയിട്ട് രണ്ടാളും നിന്നിട്ട് നീ ചോദിക്കും, ഞാൻ ചോദിക്കില്ല, നീ ചോദിക്കും. ഇരുന്ന് മലയാളത്തിൽ പറയാന്ന് എനിക്കും മറന്നിട്ട് ഇരുന്ന് ചിരിക്കുന്നതിനൊന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ അതൊന്ന്. അപ്പൊ തൊണ്ടക്കോയില് ശരിയാ, ഇതിന് മലയാളത്തിൽ തൊണ്ടക്കോയിലെന്നാ പറയുന്നത്. लेगा ബ്രോസ്റ്റിന് മേടിച്ചിടാൻ പറഞ്ഞിട്ട് തിന്നുന്ന സാധനം കണ്ടോ? തൊണ്ടക്കോയില്. ASMR रोस्टेड से अच्छा है। ASMR ये रूबी आंटी जब तक अब्बा 2 रुपया नहीं देते थे, जब तक खाना नहीं खाती थी। അയാള് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ റൂബി ആന്റി. हाँ, जब तक 2 रुपया अब्बा से लेती नहीं थी, जब तक दोपहर का खाना नहीं खाती थी। सही में मजाक नहीं कर रही। ഇതൊന്നും 2 रुपया ले अब्बा से नल्ली लेके आए, फिर उसके बाद तभी तो चावल खाती थी। ഇത്രയും കൊല്ലമായിട്ട് ഞങ്ങൾ എടുത്ത ഫോട്ടോസ്, ആകെ എടുത്ത 2 ഫോട്ടോ ഒരുമിച്ചെടുത്തത്. ഈ 2 ഫോട്ടോ നമ്മൾ ഒരുമിച്ചെടുത്ത ഫോട്ടോസ്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പോഡ്കാസ്റ്റിലുള്ളത് അമ്മി അബ്ബു. अम्मी अब्बू कोई मिला नहीं मजाक उड़ाने के लिए, अम्मी अब्बू मिले। ഉമ്മ പറയുന്നത് നമ്മളെപ്പോ ക്യാമറ ഓൺ ആക്കിയാലും ഉമ്മാനെ അടങ്ങാറാക്കുന്നുള്ളൂ. പക്ഷെ കാണികൾക്ക് ഉമ്മാന്റെ മറ്റേ കണ്ണട വെച്ച ഫോട്ടോയിൽ ഇഷ്ടപ്പെട്ടു. कौन सा? अरे वो वाला अम्मी जो लगाया था, चश्मा लगाया था. अच्छा, जो उधर कासरकोट में। ബോംബെന്ന് ആൾക്കാരെല്ലാം കണ്ടിട്ട് സ്വന്തം ഉമ്മ തന്നെ എന്ത് ചെയ്ത് ടിവിയിൽ ഇട്ടിട്ട് ആ വ്ളോഗ് കണ്ട്. എന്നിട്ട് दिखने में खूबसूरत लग रहा था, वीडियो खूबसूरत लग रहा था, हम लोग भी अच्छे दिख रहे थे। വീഡിയോ നല്ല രസമുണ്ട്, നമ്മളെ കാണാൻ നല്ല രസമുണ്ട്. ടിവിയിൽ കണ്ട് നമ്മള് वो कुत्ते तो अच्छा ही लग रहे थे। മേക്കപ്പ് ഒന്നും ഇടാണ്ട് നമ്മള് കണ്ടില്ല. ടിവിയിൽ കണ്ട് വലിയ ടിവിയിൽ നമ്മളപ്പം തന്നെ കാണുമ്പോ നല്ല രസമുണ്ട്. ആൻഡ്രോയിഡ് ടിവിയിൽ കണ്ടത് ഉപ്പയും പറയുന്നത്. ബോംബെന്ന് ആൾക്കാര് പറഞ്ഞു ബോംബെന്ന് ഇത്താത്ത പറഞ്ഞെടുത്ത് ഇങ്ങനെ ടിവിയിലിട്ട് കാണും നല്ല രസം ഉണ്ടാകുന്നല്ലോ. ടിവിയിലിട്ട് കണ്ടോണ്ടില്ല രസം. എടുത്ത ഫോണും നല്ലതായോണ്ട. ഒരു ഫോൺ മേടിച്ചിരുന്നോ? ഇല്ല. ശരിയെന്നു
അവന്മാര് ഹിന്ദിയിൽ വ്ളോഗ് തുടങ്ങാൻ പറഞ്ഞു. പക്ഷെ ഹിന്ദിയിൽ വ്ളോഗ് തുടങ്ങിയാൽ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ, ഈ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഹിന്ദിയിൽ വ്ളോഗ് തുടങ്ങാൻ നമുക്ക് പുതിയ ചാനൽ ഉണ്ടാക്കാം. പിന്നെ മൊത്തത്തിൽ ശരിക്കും ഇതായിട്ട് എടുത്തിട്ടുണ്ട് ക്യാമറമാനായിട്ട്. നിനക്ക് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് ക്യാമറക്ക്. നോക്കിയാൽ കൈ അനങ്ങുന്നില്ല. കൈ അങ്ങനെ അങ്ങ് ഹോൾഡിൽ പിടിച്ചിട്ടുണ്ട്, അനങ്ങുന്നില്ല. നമുക്ക് കാണിച്ചു കൊടുക്കാലോ, നിൽക്കുന്ന പൊസിഷൻ കാണിച്ചു കൊടുക്കാലോ. കൈ നിൽക്കാൻ തുടങ്ങി. പക്ഷെ ഇവനുണ്ടല്ലോ, ഇതിന് മാത്രം ക്യാമറ ഷൈ അല്ലാത്തുള്ളൂ, ബാക്കി എല്ലായിടത്തും ക്യാമറ ഷൈ. ഫോട്ടോ എടുക്കാൻ നിന്നാന്ന് തോന്നുന്നു ഇവൻ ആദ്യമായിട്ട് ശരിക്കും ഫോട്ടോയിൽ നിന്നത്. കുറച്ച് അപ്പൊ ഞാൻ മെന്നാന്ന് ടിക്കറ്റ് എടുത്തിട്ട് സംഭവം ടിക്കറ്റ് എടുക്കുമ്പോ എല്ലാം ഇവന് വീട്ടിലറിയും. ഇവനിക്കറിയാൻ പറ്റും ഞാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. നമ്മളെ IRCTC കുറച്ച് സാധനങ്ങൾ നമ്മളിങ്ങനെ ബാൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇവന്റെ IRCTC അക്കൗണ്ട് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ആരോ IRCTC അക്കൗണ്ട് ഇവന്റെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്താലും ഇവന്റെ വാട്സപ്പിലേക്ക് പോകും. അയ്യോ മാറി എനിക്ക് ടീച്ചറെ കണ്ട മൈൻഡ് ആയിക്കൂടെ. സംഭവം എന്റെ ജൂനിയർ ആരോ ഹായ് എന്ന് പറഞ്ഞപ്പോ ബ്ലോഗർ എന്ന് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി. ബാക്കിൽ നോക്കുമ്പോ ഇർഫാനെ വെച്ച് എനിക്ക് മനസ്സിലായി. ഇവര് മനസ്സിലായില്ല. ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ ബ്ലോഗിൽ എടുക്കട്ടെ. അപ്പൊ ടീച്ചറോട് വേണ്ടെന്ന് പറഞ്ഞു. ഇവനെ വിളിച്ച് ഷാരി, മറ്റേ സ്കൂളിൽ മറ്റേ ടീച്ചർമാര് വിളിക്കൂല്ലേ എണീറ്റിക്കാൻ ഷാരി. അപ്പൊ പ്രസന്റ് എന്നുള്ള രീതിക്ക് ഷോക്കായി. നമ്മളെ ടീച്ചർ എന്നെ എന്താ പറയാ LKG മുതൽ LKG അല്ല UKG മുതൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. UKG മുതൽ 4-ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുണ്ട് അവര്. 4-ാം ക്ലാസ് വരെ പഠിപ്പിച്ച ടീച്ചറാ. നമ്മളെ അടുത്ത് തന്നെ ഉള്ള ടീച്ചറാ. അപ്പം നമ്മൾ ടീച്ചറെ കണ്ട് കുറെ ജൂനിയേഴ്സിനെ കണ്ട് അടുത്ത ആഴ്ച ഈ വെള്ളിയാഴ്ച പരിപാടി ഉണ്ട് കേട്ടോ സ്കൂളില്. പെർഫെക്റ്റ്ലി ആനുവൽ ഡേ. मेरा कोई है नहीं अम्मी. नहीं मेरा दोस्त ही नहीं. एक साल नहीं था अम्मी. था हाँ तो परफेक्ट की परिवाड़ी में नहीं जाएंगे तो कहाँ जाएंगे. अभी और कोई कॉलेज स्कूल में पढ़े नहीं, वहीं पे पढ़े ना. UKG മുതല് അവിടെ +2 വരെ ഞാൻ ആ സ്കൂളിൽ പഠിച്ചു. ശാരിക്ക് പിന്നെയും +2 +1 +2 സാന്റ് ജോസ് എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ചു. ഞാൻ മാത്രമാണ് +2 വരെ ആ സ്കൂളിൽ പഠിച്ചത്. 13 കൊല്ലം എന്റെ ലൈഫില്. എന്നിട്ട് അവിടുത്തെ സ്കൂളിലെ പരിപാടിക്ക് പോകേണ്ടത് ആകെ ഒരു കൊല്ലമാണ്. ആ ടീച്ചർമാരെ ഒരു പ്രാവശ്യം കാണുന്നത്, കൊല്ലത്തിൽ ഒരിക്കൽ. അത് പോയി കാണണ്ടാന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിനി. അപ്പം ഇന്ന് നമ്മൾ എന്താ വന്നേ, ഇന്നലെ വന്നു, നാളെ തിരിച്ചു. സോ ഒരു ഫോട്ടോ എടുത്ത് ഫാമിലിന്റെ കൂടെ, ഇവന്റെ കൂടെ 2 ഫോട്ടോ എടുത്ത്, പിന്നെ കുറച്ച് സ്റ്റിൽസ് എടുത്ത്. അപ്പൊ നമ്മള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ്സ് കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. മറ്റേ ലൈഫ് ഓഫ് സേഫി എന്ന് പറഞ്ഞ പേജിൽ. അതെല്ലാവരും പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം ബൈ. നെക്സ്റ്റ് വീഡിയോ കുറച്ച് കഴിഞ്ഞ് എടുക്കാതിരിക്കും. ബൈ.